ആലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ കുട്ടനാട് എടത്തുവയിൽ മരം വീണ് വീട് തകർന്നു. ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് ആഞ്ഞിലി മരം കടപുഴകി വീഴുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. പിഞ്ചുകുട്ടികളടക്കം ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ആലപ്പുഴയിലും ശക്തമായ മഴ തന്നെയാണ്, വൻ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കുടുംബം രക്ഷപ്പെട്ടത് വലിയ അത്ഭുതകരമെന്ന് തന്നെയല്ലേ പറയേണ്ടത്? രജനി, തീർച്ചയായും ആലപ്പുഴയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റുമുണ്ട്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒക്കെ ശക്തമായ കാറ്റ് തന്നെയായിരുന്നു. ഇന്നലെ ഉച്ച മുതൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ആലപ്പുഴ നഗരത്തിൽ ഒരു വലിയ മരം, ഈ മട്ടാഞ്ചേരി പാലത്തിൽ ഒരു വലിയ മരം കടപുഴകി വീണ് ദമ്പതികളായ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ സമയം മുതൽ തന്നെ നല്ല കാറ്റാണ്. പിന്നീട് വൈകിട്ടും പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമടക്കമുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് ഈ എടത്തുവയിൽ മരം വീണ് വീട് തകർന്നത്. വീട് ഭാഗികമായി തകർന്നു. പിഞ്ചു കുട്ടികളടക്കം ഉറങ്ങിക്കിടന്ന വീടിന് മുകളിലേക്കാണ് ആഞ്ഞിലി മരം കടപുഴകി വീണത്. തലവടി പഞ്ചായത്ത് 5-ാം വാർഡിൽ ബാലൻ നായരുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് ആഞ്ഞിലി മരം കടപുഴകി വീണു. പക്ഷെ അത്ഭുതകരമായ രീതിയിൽ വീട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ രക്ഷപ്പെട്ടു. ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. മറ്റൊന്ന്, ആലപ്പുഴ കൈനകരി പഞ്ചായത്തിലെ 11, 12 വാർഡുകളിൽ 3 വീടുകളുടെ മേൽക്കൂര കാറ്റിലും മഴയിലും തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കൈനഗിരിയിൽ പലയിടത്തും റോഡിൽ മരങ്ങൾ കടപുഴകി വീണ് ഈ വൈദ്യുതി തൂണുകളൊക്കെ നിലംപൊത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ പലയിടത്തും വൈദ്യുതി ഇല്ല. മാത്രമല്ല, ഈ പള്ളാത്തുരുത്തി അടക്കമുള്ള മേഖലകളിൽ വലിയ കാറ്റ് തന്നെയാണ്. ഈ കാറ്റിലും മഴയിലും നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നിട്ടുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഉള്ളതാണ് പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴാൻ കാരണം. ഈ മരങ്ങൾ കടപുഴകി വീണത് കൊണ്ട് തന്നെ വൈദ്യുത തൂണുകളിലൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ബന്ധം പലയിടത്തും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴയും കാറ്റും ഇടവിട്ട് ആലപ്പുഴയിൽ തുടരുകയാണ്. രജനി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.